ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രാൻഡ് അവയർനെസ്സിനെ കുറിച്ചാണ്. എന്താണ് ബ്രാൻഡ് അവയർനെസ്, എന്തിനാണ് അത് ചെയ്യുന്നത്, ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത് ശരിക്കും ആ വാക്ക് തന്നെ ഉണ്ട്. അത് ബ്രാൻഡ് അവയർനെസ്, നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു അവയർനെസ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് അവയർനെസ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ഒരു അഡ്വർടൈസിങ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ വേറെ പർച്ചേസ് ബട്ടണോ ഒരു മെസ്സേജ് ബട്ടണോ അല്ലെങ്കിൽ നമ്മളൊരു കണക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇമേജ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഇമേജ് വെച്ചിട്ട് നമ്മളൊരു ബ്രാൻഡ് അവയർനെസ്, നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒരു സർവീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ സ്ഥാപനം ഉണ്ട് എന്നുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബേസ്മാണ്. ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബ്രാൻഡ് അവയർനെസ് ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നതിന് നല്ലൊരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രാൻഡ് അവയർനെസ് ചെയ്യുക, അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ഇത് ചെയ്യുക. ആ രീതിയിൽ നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് അതിലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബ്രാൻഡ് അവയർനെസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡ് അവയർനെസ്സിൽ നിങ്ങളിപ്പോൾ ഒരു ആഡ് ചെയ്തു, ആ ആഡിൽ നിങ്ങൾക്ക് കുറേ ലൈക്ക് കിട്ടി, കമൻറ്റ് കിട്ടി, ഷെയർ കിട്ടി. അപ്പോൾ ഈ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ നിങ്ങൾ ആ ഒരു ആഡ് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ്, നിങ്ങൾ എന്താണോ ഈ ഒരു ആഡ് കൊടുക്കുന്നത് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ആൾക്കാർ മാത്രമല്ലേ നമുക്ക് ലൈക്ക് ചെയ്യുള്ളൂ. നിങ്ങളൊരു ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ആഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ അത് ലൈക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ലൈക്ക് ചെയ്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീടാർഗറ്റ് ചെയ്തിട്ട് അടുത്തൊരു ആഡ് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ലീഡ് ജനറേഷനോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ച് അവിടുന്ന് പർച്ചേസ് ചെയ്യിക്കാനോ ആ രീതിയിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഫസ്റ്റ് നിങ്ങൾ ബ്രാൻഡ് അവയർനെസ് ചെയ്യുക. ബ്രാൻഡ് അവയർനെസ് ചെയ്തിട്ട് ആ ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.